ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഷവോമിയുടെ MI 10 ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഡിവൈസിൻ്റെ പ്രോസും അതുപോലെ തന്നെ കോൺസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു MI 10 പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങളിത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. അത് 100% ഷുവറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഡിവൈസ് നോക്കിയ സമയത്ത് മെയിനായിട്ട് നോക്കിയിരുന്ന മറ്റൊരു ഡിവൈസ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ M51 ആണ്. പക്ഷെ ഞാനത് എടുക്കാതിരുന്ന ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഡിവൈസ് എനിക്ക് ഓഫറിൽ ഏകദേശം 19,000 രൂപയ്ക്ക് കിട്ടിയതുകൊണ്ടാണ്. സാംസങ് M51 എനിക്ക് ഓഫറൊന്നും ഉണ്ടായില്ല. ഏകദേശം 22-23 രൂപയായിരുന്നു ആ ഡിവൈസിന് വില. അത് കൂടാതെ അതിൻ്റെ കൂടെ ടെമ്പർ ഗ്ലാസോ കേസോ ഒന്നും വരുന്നില്ല. അതിന് നമ്മൾ എക്സ്ട്രാ ചിലവാക്കണം. അപ്പോൾ ഞാൻ ആ ഒരു റീസണും അത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു 5G ക്യാപ്പബിലിറ്റിയും അതുപോലെ ആ ഒരു ക്യാമറയും പരിഗണിച്ചാണ് MI 10 ഞാൻ എടുത്തത്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ കുറച്ചുകൂടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിവൈസാണ് OnePlus Nord എന്ന് പറയാം. ആ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന OnePlus Nord തന്നെയാണ്. പക്ഷേ ഇപ്പോൾ OnePlus Nord 24,000 മോഡൽ നമുക്ക് അവൈലബിൾ അല്ല, 28,000 മോഡൽസൊക്കെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്നത് റിയൽമി 7 Pro അതുപോലെ MI 10 സാംസങ് M51 ആണ് ഈ സെഗ്മെന്റിൽ മെയിനായിട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് എല്ലാ സെഗ്മെന്റ്സിലും. ആദ്യം തന്നെ നമുക്ക് MI 10 ഡിസൈനെ പറ്റി സംസാരിക്കാം. 6.7 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ഡിവൈസാണ്. സിംഗിൾ ഹാൻഡഡ് യൂസിനായിട്ട് മോഡ് ഉണ്ടെങ്കിലും ആ ഒരു മോഡ് ഇല്ലാതെ സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടായിട്ടുള്ള ഒരു കാര്യമാണ്. പുറകിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ OnePlus 7Tയെ റിസംബിൾ ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കുലർ മോഡ്യൂളായിട്ടാണ് നമ്മുടെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഇരിക്കുന്നത്. കളറുകൾ നല്ല ഭംഗിയാണ്. 3 കളർ വേരിയൻസ് അവൈലബിൾ ആണ്. പക്ഷേ 6GB 128ൽ 2 കളർ വേരിയൻസ് അവൈലബിൾ ഉള്ളൂ. നിങ്ങൾ ഈ കാണുന്ന പോലെ പെസിഫിക് സൺറൈസ് എന്ന് പറയുന്ന കളർ 8GB 128GB സെഗ്മെൻറ്റിലും അതിന് മുകളിലേക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഗ്ലേസിയർ ബ്ലൂ ആണ്. ഇത് കൂടാതെ ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ളൊരു ഗ്രേഡിയൻ്റ് ഡിസൈനാണ്. ഡിവൈസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വോളിയം ബട്ടൺ അതുപോലെ ഫിംഗർ പ്രിൻറ്റും പവർ ബട്ടണും കൂടെ ഒന്നിച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിം കാർഡ് സ്ലോട്ട് കാണാം. അത് ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ്. നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള SD കാർഡ് സ്ലോട്ട് വരുന്നില്ല. അതുകൊണ്ട് 2 സിമ്മും SD കാർഡും യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഡിവൈസ് അല്ല MI 10. ബോട്ടത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്പീക്കർ കാണാം. ഇതൊരു സ്റ്റീരിയോ സ്പീക്കറാണ്. മേളിലത്തെ നമ്മുടെ ആ ഒരു ഇയർ പീസും ബോട്ടം ഫയറിംഗ് സ്പീക്കറും കൂടെ ചേർന്ന ഒരു സ്റ്റീരിയോ സെറ്റപ്പാണ്. അതുപോലെ ഒരു മൈക്ക്, പിന്നെ ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ട് കാണാം. 3.5mm ജാക്ക് കാണാം. മേളിലേക്ക് വരികയാണെങ്കിൽ ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും അതുപോലെ IR ബ്ലാസ്റ്ററും കാണാം. IR ബ്ലാസ്റ്റർ വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. ഓവറോൾ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ്. തിക്നെസ് സാംസങ് M51 അത്രയൊന്നും ഇല്ലെങ്കിലും വെയിറ്റ് ഏകദേശം അതുപോലെ തന്നെ 200 ഗ്രാമിന് മേലെ വെയിറ്റ് ഉണ്ട്. എന്നാലും വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ഷവോമി ചെയ്തിട്ടുണ്ട്. ഡിസൈനിൽ കാര്യമായിട്ടുള്ള കോൺസ് ഒന്നും നമുക്കങ്ങനെ പറയാനൊന്നുമില്ല. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, ഒരു LCD ഡിസ്പ്ലേ ആണ്. ഇനി ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ആണ് ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഒരു നോർമൽ LCD ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. IPS LCD ഡിസ്പ്ലേ 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നില്ല. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളും നമുക്കറിയാം 12,000 രൂപ മുതൽ ഇപ്പോൾ സൂപ്പർ AMOLED ഡിസ്പ്ലേസ് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ എന്തുകൊണ്ടോ MI അവരുടെ ഫോണുകളിൽ ഇപ്പോൾ മിക്കതിലും LCD ഡിസ്പ്ലേസ് ആണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ഗാലക്സി നോട്ട് 8 യൂസ് ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സൂപ്പർ AMOLEDൽ നിന്ന് LCDയിലേക്ക് വന്നപ്പോൾ വളരെ ഡള്ളായിട്ട് തോന്നി. ഒരു 6.7 ഇഞ്ചാണ് നമുക്ക് ഡിസ്പ്ലേ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. നല്ല ബ്രൈറ്റ്നസ്സും അതുപോലെ സൺലൈറ്റ് വിസിബിലിറ്റി കാര്യങ്ങൾ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നോർമൽ LCD ഡിസ്പ്ലേസ് യൂസ് ചെയ്യുന്നതിൽ ഇഷ്യൂ ഇല്ലാത്തവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. സൂപ്പർ AMOLED ഫാൻസ് എന്ന് പറയുന്നവർക്ക് ഈ ഡിസ്പ്ലേ കുറച്ചൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. വേറൊന്നും കൊണ്ടല്ല, ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന സൂപ്പർ AMOLED ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ
ഏറ്റവും വലിയ കോൺസ് ആയിട്ട് പല ഫാൻസും പറയപ്പെടുന്ന ഒന്ന്. പക്ഷേ ഇതൊരു കോണായിട്ട് നമ്മൾ ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ, അല്ലാതെ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഇതൊരു അഡാപ്റ്റീവ് 120 Hz റിഫ്രഷ് റേറ്റിൻ്റെ ഡിസ്പ്ലേ ആണ്. അതായത് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ഫിക്സഡ് അല്ല, 60ൽ നമുക്ക് ഫിക്സ് ആയിട്ട് നിർത്താം. അതല്ലാതെ 120 Hz എന്ന് പറയുന്നത് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു റിഫ്രഷ് റേറ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ റിഫ്രഷ് റേറ്റ് സ്വിച്ച് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് അഡാപ്റ്റീവ് സിങ്ക്. ഡിവൈസിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 750G ആണ് പ്രോസസ്സർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നല്ല പെർഫോമൻസും അതുപോലെ തന്നെ ഒപ്റ്റിമൈസ്ഡുമായിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇത്രയും ദിവസത്തെ യൂസേജ് കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷവോമിയുടെ റാം മാനേജ്മെൻറ്റ് ഈ ഡിവൈസിൽ വളരെ മോശമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹെവി ആയിട്ടുള്ളൊരു ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ടാബ് ഒന്ന് സ്വിച്ച് ചെയ്ത് ഫേസ്ബുക്കോ വേറെ ഏതെങ്കിലും ഒരു ആപ്പിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഗെയിം റീലോഡ് ആവുന്നതായിട്ട് ഒരു ഇഷ്യൂ ഞാൻ കണ്ടിരുന്നു. ഗൻഷിൻ ഇമ്പാക്റ്റ് ഞാൻ കളിച്ച സമയത്താണ് ഞാൻ മെയിനായിട്ട് അത് നോട്ട് ചെയ്തത്. റാം മാനേജ്മെൻറ്റ് വളരെ മോശമാണെന്ന് ഇതിനു മുമ്പും യൂട്യൂബ് വ്ളോഗേഴ്സിൻ്റെ പലരുടെയും വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. അത് ഉള്ള കാര്യമാണ്, ഞാനും പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തു. അത് കൂടാതെ അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ പല ആപ്പുകളുടെ ഇടയിലും റിഫ്രഷ് റേറ്റ് സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെയും കുറച്ച് സ്റ്റട്ടേഴ്സും ലാഗുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ MIUIയിലുള്ള കുറച്ച് ബഗ്ഗുകളും നമുക്ക് കാണാം. അപ്പോൾ റാം മാനേജ്മെൻറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, പ്രോസസ്സറൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മെമ്മറി റീറ്റെയിൻ ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ്. ഡിവൈസിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആണ്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഗാലക്സി നോട്ട് 8 എനിക്ക് ഡെയിലി ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു 9 മണിക്കൂർ ഷിഫ്റ്റിൻ്റെ ടൈമിൽ മിക്കപ്പോഴും എൻ്റെ സ്ക്രീൻ ഓൺ ആയിരിക്കും. അതുപോലെ വൈഫൈ ഫുൾ ടൈം കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഡെയിലി എനിക്ക് ആ ഒരു ഷിഫ്റ്റിൻ്റെ ഇടയിൽ തന്നെ ഫോൺ 2 തവണയോളം ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുമായിരുന്നു. പക്ഷേ ഈ ഡിവൈസ് ഞാൻ ഇപ്പോൾ ഷിഫ്റ്റിന് മുമ്പ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോഴും ഓൾമോസ്റ്റ് 50% കൂടുതൽ ബാറ്ററി റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ചാർജിങ്ങും വളരെ ഇമ്പ്രസ്ഡ് ആണ്. 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. 0 to 100 ഒരു 50 to 55 മിനിറ്റ്സിലൊക്കെ നമുക്ക് കയറുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലും ചാർജിങ്ങിൻ്റെ കാര്യത്തിലും നമുക്ക് യാതൊരു ഇഷ്യൂസും അങ്ങനെ വരുന്നില്ല. നല്ല പെർഫോമൻസ് തന്നെ MI10 കാഴ്ചവെക്കുന്നുണ്ട്. MI10യുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ക്യാമറ സെറ്റപ്പാണ്. നമുക്കറിയാം ഒരു 108 മെഗാപിക്സലിൻ്റെ സാംസങ്ങിൻ്റെ മെയിൻ സെൻസർ വരുന്നുണ്ട്. കൂടാതെ ഒരു 8 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MB മാക്രോ ലെൻസും 2 MB ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. മാക്രോ പെർഫോമൻസ് വളരെ മോശം തന്നെയാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആവറേജ് പെർഫോമൻസ് ആണ്. ഇത്ര കാര്യമായിട്ടുള്ള ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസ് എനിക്ക് തോന്നിയില്ല. ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസൊന്നും നമുക്കങ്ങനെ കിട്ടുന്നില്ല മാക്രോയിൽ. പിന്നീട് 108 മെഗാപിക്സൽ സെൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേ ലൈറ്റ് പെർഫോമൻസ് എല്ലാം സെറ്റാണ്. നല്ല പെർഫോമൻസ് ഡേ ലൈറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്, എല്ലാ മോഡുകളിലും കിട്ടുന്നുണ്ട്. എഡ്ജ് ഡിറ്റക്ഷൻ എല്ലാം പക്കയാണ്. 108 മെഗാപിക്സൽ സെൻസർ വെച്ച് എടുക്കുന്ന ആ ഒരു മോഡിൽ എടുക്കുന്ന ഫോട്ടോസ് എല്ലാത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഫോട്ടോയിൽ 3 തവണയോളം സൂം ചെയ്ത് നമുക്ക് അത്യാവശ്യം ദൂരെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ടെലിഫോട്ടോ ലെൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ അല്ല എങ്കിലും നമുക്ക് ആ ഒരു 108 മെഗാപിക്സൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ദൂരമുള്ള കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം ക്രിസ്പായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ മാക്രോയേക്കാളും കുറച്ചുകൂടെ ബെറ്റർ 108 മെഗാപിക്സലിൽ ഫോട്ടോസ് എടുത്തിട്ട് അത് സൂം ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം മാക്രോ പെർഫോമൻസ് വളരെ ആവറേജ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഓവറോൾ ഫോട്ടോഗ്രാഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റുള്ള കണ്ടീഷൻസ്, ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ എല്ലാം സെറ്റാണ്. നല്ല അടിപൊളി പെർഫോമൻസ് ഈ സെൻസർ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചും ആ ഒരു ക്യാമറ സെൻസറും 108 മെഗാപിക്സൽ സെൻസറും വെച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്നില്ല. ലോ ലൈറ്റിൽ ക്യാമറ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത ഇമേജസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നൈറ്റ് മോഡ് കുഴപ്പമില്ല, അത്ര ഭയങ്കര ഇമ്പ്രസീവ് ഒന്നുമല്ല നൈറ്റ് മോഡ് എന്ന് പറയാം. ലോ ലൈറ്റ് ഫ്രണ്ട് ക്യാമറയും പെർഫോമൻസ് ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡേ ലൈറ്റ് ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം നൈസ് പെർഫോമൻസ് തന്നെയാണ്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ക്യാമറയിൽ വരുന്നുണ്ട്. വീഡിയോഗ്രാഫിയുടെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഡേ ലൈറ്റിൽ വീഡിയോഗ്രാഫിയും ഓക്കെയാണ്, എന്നാലും ഫോക്കസിങ് അത്ര ഫാസ്റ്റ് ഒന്നുമല്ല ക്യാമറയുടെ. ഫോട്ടോയിലാണെങ്കിലും വീഡിയോ ആണെങ്കിലും ഫോക്കസിങ് അത്ര ഫാസ്റ്റ് അല്ല, ഓട്ടോ ഫോക്കസ് കുറച്ച് സ്ലോ ആണ്. ആ ഒരു ഇഷ്യൂ ഞാൻ നോട്ട് ചെയ്തിരുന്നു. ലോ ലൈറ്റ് വീഡിയോഗ്രാഫി വളരെ മോശമാണെന്ന് തന്നെ പറയണം. ക്യാമറ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സെൻസറിൻ്റെ ക്യാപ്പബിലിറ്റീസ് ഫുൾ പുറത്തെടുക്കാൻ ഷാവോമിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ആ ഒരു സെൻസറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല. ഇപ്പോൾ ഡേ ലൈറ്റ് പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ ഏതൊരു ഫോണിൻ്റെ ക്യാമറ എടുത്തു കഴിഞ്ഞാലും ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതുപോലെ MIയും 10iയും പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ലോ ലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം നിരാശപ്പെടുത്തി കളഞ്ഞു. ക്യാമറ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വ്ളോഗേഴ്സിനായിട്ട് വ്ളോഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. കുറച്ച് പ്രീസെറ്റ് ടെംപ്ലേറ്റ്സ് ആയിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട്. അതുപോലെ ക്ലോൺ വീഡിയോയും ക്ലോൺ ഫോട്ടോയും വരുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഡുവൽ ക്യാമറ ഫീച്ചർ വരുന്നുണ്ട്. ലൈവ് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ക്യാമറയൊന്നും ഒരേ ടൈമിൽ ഷൂട്ട് ചെയ്യാനുള്ള ഫീച്ചറുകൾ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ നമ്മൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ ഡേ ലൈറ്റ് പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് ആണ്. അതുപോലെ ക്യാമറ ഫീച്ചേഴ്സും അടിപൊളിയാണ്. പക്ഷേ ലോ ലൈറ്റ് അത്യാവശ്യം നിരാശാജനകമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് പ്രത്യേകിച്ച് വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ വെച്ചിട്ടാണ് ഞാൻ മെയിൻലി വ്ളോഗ് ചെയ്യാറ്. അപ്പോൾ വീഡിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ലോ ലൈറ്റ് എനിക്ക് അധികം ലോ ലൈറ്റ് വീഡിയോഗ്രാഫി വരാറില്ല. എന്നാലും ലോ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൺസേൺഡ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു പെർഫോമൻസ് ക്യാമറ ലോ ലൈറ്റിൽ കാഴ്ചവെക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ കൊടുക്കുന്ന ഒരു പ്രൈസ് റേഞ്ചും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ നോക്കിയാൽ ക്യാമറ ഓക്കെയാണ്, ഡേ ലൈറ്റിൽ സെറ്റാണ്, ലോ ലൈറ്റ് വളരെ മോശമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീഡിയോഗ്രാഫിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് 4K 60 FPS വരുന്നില്ല, 30 FPS മാത്രമേ വരുന്നുള്ളൂ. അതും യാതൊരു സ്റ്റെബിലൈസേഷനും നമുക്ക് അവൈലബിൾ അല്ല. 1080p നമ്മൾ എടുക്കുകയാണെങ്കിൽ 30 FPS 60 FPS ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ഉള്ളപ്പോൾ നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. ലോ ലൈറ്റിലാണ് നമുക്ക് പെർഫോമൻസിന് ഇഷ്യൂസ് വരുന്നത്. MI10യുടെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ MIUI 12 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ്രോയിഡ് 10ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. MIUIനെ പറ്റി പറയുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ആഡ്സ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. നോർമൽ എല്ലാ ഫോണുകളും വരുന്ന ആഡ്സേ വരുന്നുള്ളൂ. ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയറുകൾ 1-2 വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ MIUIയിൽ അത്യാവശ്യം കുറച്ച് ബഗ്ഗുകളും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. അത് മറ്റൊരു കൺസേൺ ആണ്. അത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി MIക്ക് തന്നെ ഫിക്സ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സോഫ്റ്റ്വെയർ വൈസ് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. MIUIയുടെ ലാഗും ബഗ്സും സ്റ്റട്ടറിങ്ങുകളും ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഒക്കെ ഓക്കെയാണ്. വേറെ ഇഷ്യൂസ് ഒന്നും നമുക്കില്ല. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാവോമി ഇതിനെ പ്രൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റ് ഒരു 21K സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു റേഞ്ചിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത്ര നല്ല പെർഫോമൻസ് ഒന്നും നമുക്ക് പറയാനില്ല ഓവറോൾ ഈ ഡിവൈസിൻ്റെ കാര്യത്തിൽ. കുറച്ചുകൂടെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് സാംസങ്ങിൻ്റെ M51 തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു 1000 rupees കൂടുതലാണ്. കേസോ ടെമ്പർ ഗ്ലാസ്സോ വരുന്നില്ല. കുറച്ചുകൂടെ തിക്നെസ് കൂടിയ ഒരു ഡിവൈസാണ്. MI10യുടെ ആ ഒരു ലുക്കൊന്നും വരുന്നില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കുറച്ചുകൂടെ പൈസ എക്സ്ട്രാ ഇടാമെങ്കിൽ M51 തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ് ഞാൻ പറയണം. ഇപ്പോൾ MI10 എനിക്ക് കിട്ടിയിട്ട് 2 ആഴ്ചയായി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രോസിനേക്കാളും കൂടുതൽ കോൺസാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പ്രോസ് ഞാൻ പറഞ്ഞ പോലെ ഡേ ലൈറ്റ് ക്യാമറ പെർഫോമൻസ് നല്ലതാണ്, ബാറ്ററി അതുപോലെ തന്നെ ചാർജിങ് നല്ലതാണ്, ക്യാമറ ഫീച്ചേഴ്സ് നല്ലതാണ്. കോൺസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ മോശമാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ അല്ല, നമുക്കൊരു ആവറേജ് LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് ഇത്രയും പൈസ നമ്മൾ മുടക്കുമ്പോഴും. അത് കൂടാതെ MIUIയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബഗ്ഗുകൾ വരുന്നുണ്ട്. അങ്ങനെ പ്രോസിനേക്കാളും കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺസാണ് ഈ ഒരു ഡിവൈസിനുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ M51 തന്നെ ആയിരിക്കും. ഒബ്വിയസ്ലി ഞാനത് എടുക്കാതിരുന്ന റീസൺ ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ഈ ഡിവൈസ് ഒരു 19 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഷാവോമി ഈ ഫോണിൽ
ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആകുമായിരുന്നു ഈ ഡിവൈസ്. അല്ലെങ്കിൽ ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് ഒരു 18-19 റേഞ്ചിലൊക്കെ ആക്കിയിരുന്നെങ്കിൽ ഈ ഡിവൈസ് ഒരു 1 ഹിറ്റ് തന്നെ ആകുമായിരുന്നു.